അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൽ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 2003 അതിന് മുൻപുള്ള വർഷങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ കഴിയും. പ്ലേലിസ്റ്റ് നോക്കുന്ന വിധം നമ്മൾ ചാനലിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ ചാനലിൻ്റെ പേരുണ്ടാവും, അൽ ഇഹ്സാൻ 30K എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് ഓപ്പൺ ആകും. ഇവിടെ ഈ രൂപത്തിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ കാണാം പ്ലേലിസ്റ്റ് എന്ന്, കണ്ടോ, പ്ലേലിസ്റ്റ് എന്ന് കാണാം. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ആകും. പ്ലേലിസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും ഓരോ ക്ലാസ്സിൻ്റെത് കണ്ട, വാർഷിക പരീക്ഷ 1ാം ക്ലാസ്സിൻ്റെത്, ഇത് 3ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആൻ, ആ വിഷയങ്ങളൊക്കെ അതിലുണ്ടാകും. പിന്നെ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ അതിൽ നോക്കിയാൽ കാണാം. അതുപോലെ ഫിഖ്ഹ് പാർട്ട് 2 3ാം ക്ലാസ്സിൻ്റെത് 6 പാഠങ്ങൾ അവിടെ നോക്കിയാൽ കാണാം. അതേപോലെ മറ്റുള്ള പരീക്ഷകളിലൊക്കെ ഉണ്ടാവും. അടിക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം. വാർഷിക പരീക്ഷ 3ാം ക്ലാസ്, 2ാം ക്ലാസ് വാർഷിക പരീക്ഷ, 7ാം ക്ലാസ് വാർഷിക പരീക്ഷ. ഇതിൽ 9 വീഡിയോസ് ഇതിലുണ്ട്, ഇതിൽ 7 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി ചോദ്യം വായിക്കാം. ഒന്ന് ശരി അടയാളപ്പെടുത്താനാണ്. 1 നന്മ ചെയ്തവർക്ക് അല്ലാഹു തആല നൽകും സ്വർഗം, നരകം, ശിക്ഷ. നന്മ ചെയ്തവർക്ക് എന്താ നൽകുക? സ്വർഗമാണ് അല്ലാഹു തആല നൽകുക. 2 കഅബ അല്ലാഹു തആലയുടേതാണ്, അത് അവൻ സംരക്ഷിക്കും. ഇത് പറഞ്ഞത് ആരാ പറഞ്ഞത്? അബ്രഹത്താണോ പറഞ്ഞത്? അബ്ദുൽ മുത്തലിബാണോ അബൂ ത്വാലിബാണോ? അബ്ദുൽ മുത്തലിബാണ് അത് പറഞ്ഞത്. 3ാമത്തെ ചോദ്യം എന്താ? അഷേഖ് മുഹിയുദ്ദീൻ അൽ ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ച ജീലാൻ ഗ്രാമം അത് എവിടെയാണ്? യമനിലാണ്. യമനിലാണോ മദീനയിലാണോ ഇറാനിലാണോ? എവിടെയാണ്? ഇറാനിലെ ജീലാൻ എന്ന സ്ഥലത്തല്ലേ ജനിച്ചത് മഹാനവറുകൾ. അപ്പോൾ ഇറാൻ എന്നതാണ് ശരി. ഇനി 4ാമത്തേത് അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമം എന്തിനാണ്? നിസ്കാരം, ഭക്ഷണം, വിനോദം. അസ്സലാത്തു ഖൈറും മിനന്നൗം എന്തിനാണ്? നിസ്കാരത്തിനാണ് ഉത്തമം. 5 നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ കൈകൾ ഉയർത്തണം. എവിടേക്കാണ് ഉയർത്തേണ്ടത്? നെഞ്ചിനു നേരെ, തലക്കു നേരെ, ചുമലിനു നേരെ. എന്തിനു നേരെ ഉയർത്തേണ്ടത്? ചുമലിനു നേരെയാണ് ഉയർത്തേണ്ടത്. അതാണ് ശരിയായ ഉത്തരം. 6 ഫാത്തിമ ബിന്തുൻ അൽ ബിന്തു സ്വാലിഹ എന്ന് പറയുന്ന 13ാമത്തെ അറബി പാഠമുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ആ ഫാത്തിമ ബിന്തുൻ സ്വഗീറുൻ സ്വഗീറത്തുൻ സ്വാലിഹുൻ, ഏതാണ്? സ്വഗീറത്തു എന്നാണ് ആ പാഠത്തിൽ തന്നെ ആ വാക്ക് കൊടുത്തിട്ടുണ്ട്. 7ാമത്തേത് ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഉസ്താദുമാരെ, കൂട്ടുകാരെ, ചെറിയ കുട്ടികളെ. ആരെ കാണുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്? ഉസ്താദുമാരെ കാണുമ്പോഴാണ്. 8 അന്ത്യനാളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ. അന്ത്യനാളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണ്? 3ാമത്തേത്, 4ാമത്തേത്, 5ാമത്തേത്. എത്രാമത്തേതാ? 5ാമത്തേതാണ്. അന്ത്യനാളിൽ വിശ്വസിക്കൽ 5ാമത്തെ കാര്യമാണ്. ഇനി അടുത്തത് 9ാമത്തേത് വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ആൻസർ 53, 63, 40. എത്രയായിരുന്നു? 63 വയസ്സായിരുന്നു നബി തങ്ങളുടെ വയസ്സ്. ഇനി 10ാമത്തെ പാഠം ഹയ്യാ നഹ്വൽ മൽഅബ്. ഹയ്യാ നൽഅബ് ഇത് എവിടെ നിന്ന് വന്നതാ? 2ാമത്തെ പാഠത്തു നിന്നുള്ള ചോദ്യമാണ് ഈ വന്നിട്ടുള്ളത്. നഹ്വൽ മദ്രസ എന്ന് പറയുന്ന ആ അറബി ബൈത്ത് പഠിച്ചല്ലോ, ആ പാഠത്തു നിന്നുള്ളതാണ്. അപ്പോൾ ഹയ്യാ നൽഅബ്, ഹയ്യാ നംറഹ്, ഇതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് ഹയ്യാ നംറഹ് എന്നുള്ളതാണ്. ആ ബൈത്ത് കാണാതെ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ്. 11 ഇരുന്നു കൊണ്ട് ചൊല്ലണം. എന്താ ഇരുന്ന് അല്ലാനുള്ളത്? ആൻസർ സി ആണ്, അത്തഹിയ്യാത്താണ്. ആദ്യം ഇവിടെ ഉള്ളത് ഫുള്ളായിട്ട് വായിച്ച് നോക്കണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ കൊടുത്തതും വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ABC ഇടാൻ ഒരുങ്ങാൻ പാടുള്ളൂ. ഇരുന്നു കൊണ്ട് ചൊല്ലണം. ഏതാണത്? ആൻസർ സി ആണ്, അത്തഹിയ്യാത്താണ് ഇരുന്ന് ചൊല്ലേണ്ടത്. ഇല്ല, അത്തഹിയ്യാത്ത് ഇരുന്നിട്ടല്ലേ ചൊല്ലുക? അതെ. 2 റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലണം. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്താ ചൊല്ലുക? സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നല്ലേ? അത് ഇവിടെ നോക്കുക. ഏതാണത്? ആൻസർ ഇ ആണ്. അപ്പോൾ ഈ നിട്ട് കൊടുക്കുക, സമീഅ അല്ലാഹു ലിമൻ ഹമിദ. 13ാമത്തെ ഇശായിൽ ഇമാം ഉറക്കെ ഓതണം. ഇശാ നിസ്കാരത്തിൽ ഇമാം ഉറക്കെ ഓതേണ്ടത് എന്താ? ആൻസർ എ ആണ്, ഫാത്തിഹയാണ് ഉറക്കെ ഓതേണ്ടത്. 14 റുക്കോയിൽ ചൊല്ലണം. എന്താ റുക്കോയിൽ ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദി എന്നല്ലേ? അതേതാണ്? ആൻസർ ബി ആണ്, സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി. 15 സുജൂദിൽ ചൊല്ലണം. എന്താ സുജൂദിൽ ചൊല്ലേണ്ടത്? ആൻസർ ഡി, സുബ്ഹാന റബ്ബിയൽ
അഅ്ലാ വബിഹംദിഹി. ഇനി അടുത്ത് പൂരിപ്പിക്കുക. 16 വബാരിക് ലനാ ഫീമാ അഅ്തൈത് ഡാഷ് മാ ഖളൈത് വഖിനാ ശർറ മാ ഖളൈത് വഖിനാ ശർറ മാ ഖളൈത് എന്നാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ചേർത്ത് കൊടുക്കണേ. 14-ാമത്തെ പാഠം ഖൈറും മിനൻ നൗം എന്ന പാഠത്തിൽ നിന്നുള്ള നമ്മളെ കുനൂത്ത്, ആ കുനൂത്തിൻ്റെ ഒരു ഭാഗമാണ് പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത്. ഇനി 17-ാമത്തത് ഉസ്താദുമാരുടെ ഡാഷ് സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. 18 റബീഉൽ അവൽ ഡാഷ് നബി ദിനം ആഘോഷിക്കുന്നു. റബീഉൽ അവൽ 12-ന് നബി ദിനം ആഘോഷിക്കുന്നു. 19 റബ്ബിർഹംഹുമാ ഡാഷ് സഗീറ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 8-ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ 8-ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ച് ഒരു കട്ടിയിൽ, കറുപ്പ് മഷിയിൽ നല്ല കട്ടിയിലായിട്ട് ഈ ദുആ കൊടുത്തിട്ടുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള പാഠത്തിൽ. ഇനി 20-ാമത്തെ ചോദ്യം ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന ഡാഷ് റബ്ബിന തവക്കൽന വ അലാ റബ്ബിന തവക്കൽന. ബിസ്മില്ലാഹി വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലാളല്ലേ, വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലാനുള്ള ദിക്റാണത്. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? അവ്വാബുർ റഹ്മ എന്ന് പറയുന്ന പാഠത്തിൽ കുറേ ദിക്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് വീട്ടിലതാണെങ്കിലും വരുന്ന പരീക്ഷയ്ക്ക് വേറെ ഏതും ചോദിച്ചേക്കാം. അപ്പോൾ പാഠം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ദിക്റുകളൊക്കെ പഠിച്ചെടുക്കണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 21 സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ് ആര്? ആൻസർ മാതാപിതാക്കൾ. പാഠത്തിൻ്റെ കോളത്തിൽ അവസാനം കൊടുത്ത കോളത്തിലാണതുള്ളത്. അടുത്ത 22 അത് ദീനിൻ്റെ തൂണാണ്. ഏത്? ആൻസർ നിസ്കാരം. ഇനി 23 കള്ളന്മാരോട് സത്യം പറഞ്ഞ മഹാൻ ആര്? ആൻസർ ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു. 24 മരം എന്നതിൻ്റെ അറബി പദമെന്ത്? മരം എന്നതിൻ്റെ അറബി പദമെന്ത്? ആൻസർ എന്താ? ഷജർ എന്നുള്ളതാണ്. ആൻസർ ഷജറുൻ എന്നാണ് മരത്തിന് അറബിയിൽ പറയുന്നത്. അല്ലാഹു യഅരിഫ് എന്ന് പറയുന്ന 6-ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി 25 4 റക്അത്തുള്ള നിസ്കാരം. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ളുഹ്ർ, അസ്ർ, ഇശാ, ഇതൊക്കെ 4 റക്അത്തുള്ളതാണ്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് വഫാത്തായി എപ്പോൾ? ആൻസർ നബി തങ്ങൾ ജനിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ്. 27 കഅബ തകർക്കാൻ വന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെ? ആൻസർ അല്ലാഹു ഒരു കൂട്ടം കുഞ്ഞു പക്ഷികളെ അയച്ചു. ആ പക്ഷികൾ ചുട്ടുപഴുത്ത തീക്കല്ലുകൾ സൈന്യത്തിനു നേരെ വർഷിച്ചു. അങ്ങനെയാണ് അല്ലാഹു തആല അവരെ നശിപ്പിച്ചത്. 28 ബഗ്ദാദിലേക്ക് പുറപ്പെടുമ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞതെന്ത്? ആൻസർ മോനെ കളവ് പറയരുത്, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. ഇനി 29 ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എഴുതുക. എന്താ നിയ്യത്ത്? ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഇമാമോട് കൂടെ അദാ ആയി അല്ലാഹുവിന് ഞാൻ നിസ്കരിക്കുന്നു. 30-ാമത്തെ ചോദ്യം അറബിയിൽ എഴുതുക. എന്താ അറബിയിൽ എഴുതാനുള്ളത്? സുബൈർ നല്ല കുട്ടിയാണ്. സുബൈർ നല്ല കുട്ടിയാണ്. അതെങ്ങനെ അറബിയിൽ എഴുതുക? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? സുബൈറുൻ വലതുൻ സ്വാലിഹുൻ. സുബൈറുൻ വലതുൻ സ്വാലിഹുൻ. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മൾ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.